ആളി കത്തിപ്പിക്കുക. 3 വ്യക്തികളെ കൊണ്ടാണെന്നാണ്. അള്ളാഹു നമ്മളെ കാക്കട്ടെ. അഊദു ബില്ലാഹി അല്ലാഹുമ്മ അജ്ർനാ മിനന്നാർ. 3 ആളുകളെ കൊണ്ടാണ് ആദ്യം നരകത്തീനെ അള്ളാഹു സുബ്ഹാനഹു വ തആല ആളി കത്തിപ്പിക്കുക എന്നാണ്. ഈ അവ്വലു സലാസ ആരാ? അവരാരാ? 1 ഖാരി, വിശുദ്ധ ഖുർആൻ പണ്ഡിതനാണ്, അള്ളാഹു കാക്കട്ടെ. 2 ജവാദ്, സമ്പന്നനാണ്, ഔദാര്യവാനാണ്. 3 മുജാഹിദ്, ധർമ്മ സമര പോരാളിയാണ്. ഖാരി ഖുർആൻ പണ്ഡിതൻ, പിന്നെ ജവാദ് ദാനശീലൻ, പിന്നെ മുജാഹിദ്. ഈ 3 പേരെ കൊണ്ട് നരകത്തീനെ അള്ളാഹു സുബ്ഹാനഹു വ തആല കത്തിപ്പിക്കുന്നല്ല പറഞ്ഞത്. പിന്നെയോ ആദ്യം തന്നെ നരകത്തീനെ ആളി കത്തിപ്പിക്കുക ഇവരെ കൊണ്ടാണ് എന്നാണ് പറയുന്നത്. അള്ളാഹു നരകത്തിൽ നമ്മളെ കാക്കുമാറാവട്ടെ. എന്തേ പ്രശ്നം? ഈ 3 പേരെയും വിചാരണയുടെ വേദിയിൽ കൊണ്ടുവന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല വിചാരണ നടത്തുമ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല ഖാരിനോട് ചോദിക്കും, മാദാ അമിൽത ഫീമാ ഉല്ലിംത, നിനക്കറിവുണ്ടായിരുന്നു, വിവരമുണ്ടായിരുന്നു, നീ അതിൽ എന്ത് ചെയ്തു, നിനക്ക് പഠിപ്പിക്കപ്പെട്ടതിൽ നീ എന്ത് ചെയ്തു എന്ന് ചോദിക്കുമ്പോൾ അയാൾ പറയുന്നത്, ഞാൻ രാവിൻ്റെ മിറവിൽ ഖുർആൻ ഓതി നിസ്കരിച്ചു എന്നൊക്കെയാണ് അയാൾ പറയുന്നത്. ഖറഅതു ഫി ആനാ ഇല്ലൈൽ വകുന്തു ഉസല്ലി, അതൊക്കെ പറയാം. ഞാൻ രാത്രിൻ്റെ മറവിൽ ഓതിയിട്ടുണ്ട്, ഞാൻ നിസ്കരിച്ചിട്ടുണ്ട് എന്നൊക്കെ അയാൾ പറയും. പിന്നെ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ എന്ന് അയാൾ പറയുമ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല അവിടെ വെച്ച് ചൊടിക്കും, ദേഷ്യപ്പെടും. അള്ളാഹുവെ നിൻ്റെ മാർഗത്തിലാണ് ഞാനിത് ഓതിയിരുന്നത് എന്നൊക്കെ പറയുമ്പോൾ ചില നിവേദനങ്ങളിൽ ആലിമാണ്, ഖാരി എന്നുള്ളതിന് പകരം ആലിം എന്ന പ്രയോഗമാണ്. നിൻ്റെ മാർഗത്തിൽ ഞാൻ പഠിച്ചു, നിൻ്റെ മാർഗത്തിൽ ഞാൻ പഠിപ്പിച്ചു എന്നൊക്കെ അയാൾ പറയുമെന്നാണ്. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല അള്ളാഹിൻ്റെ മാർഗത്തിൽ എന്ന് പറയുമ്പോൾ അള്ളാഹ്ക്കറിയാം ദുനിയാവിൽ ഇവൻ്റെ ഖൽബിൽ എന്തായിരുന്നു എന്നുള്ളത്. അപ്പോഴാണ് അള്ളാഹ് പറയുന്നത്, ഖദബ്ത്, നീ കളവാണ് പറയുന്നത്, എൻ്റെ മാർഗത്തിൽ നിന്നോ. ആലിം എന്ന് പറയപ്പെടാൻ, ഖാരി എന്ന് പറയപ്പെടാനായിരുന്നു പ്രവർത്തിച്ചത്, ഇവിടെ പഠിപ്പിച്ചിരുന്നത്, ഓതിയിരുന്നത്. എന്നിട്ട് നിൻ്റെ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ എന്ന് പറയുമ്പോൾ അള്ളാഹ്ക്ക് അറിയില്ലേ അവൻ എന്തായിരുന്നു ഉദ്ദേശിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ അള്ളാഹ് പറയും ഖദബ്ത്. അപ്പോൾ അള്ളാഹുവിൻ്റെ കൂടെയുള്ള മലക്കുകൾ അള്ളാഹുവിനോട് പക്ഷം ചേർന്ന് ഖദബ്ത്, മലക്കുകളും പറയും നീ പറയുന്നത് കള്ളമാണ് എന്ന്. അവനെയാണ് ആദ്യം നരകത്തിലേക്ക് വലിച്ചിടുക, നരകം ആളി കത്താൻ. അള്ളാഹു നമ്മെ കാക്കട്ടെ. അല്ലാഹുമ്മ അജ്ർനാ മിനന്നാർ. പിന്നെ ജവാദ്, അവനോട് ചോദിക്കും, നിനക്ക് നൽകപ്പെട്ടതിൽ നീ എന്ത് ചെയ്തു എന്ന്. മാദാ അമിൽത ഫീമാ ഉതീത്, നിനക്ക് നൽകപ്പെട്ടതിൽ നീ എന്ത് ചെയ്തു എന്ന് ഔദാര്യവാനോട് ചോദിക്കുമ്പോൾ ഞാൻ അതുകൊണ്ട് ചെലവഴിച്ചു, കുടുംബബന്ധം ചാർത്തി എന്നൊക്കെ അയാൾ വാചാലമാകും. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല ഖദബ്ത്, നീ പറഞ്ഞത് കള്ളമാണ്. അപ്പോൾ മലക്കുകൾ അള്ളാഹിനോട് പക്ഷം ചേർന്ന് ഖദബ്ത്, നീ പറഞ്ഞത് കള്ളമാണെന്ന് പറയും. പിന്നെ നീ ചെലവഴിച്ചിരുന്നത്, നീ ജവാദ്, വലിയ നന്മമരമാണ്, ഔദാര്യപ്രിയനാണെന്ന് പറയപ്പെടാനാണ്. അതവിടെ പറയപ്പെട്ടിട്ടുണ്ട്. ഇവിടെ നിനക്കുള്ളത് അതാണ് എന്ന് പറഞ്ഞ് നരകം കാണിച്ചിട്ട് പിന്നെ നരകം ആളി കത്താൻ വലിച്ചിടുന്നത് ഈ ജവാദിനെയാണ്, ഈ ഔദാര്യവാനെയാണ്. അള്ളാഹു നമുക്കാകട്ടെ. അല്ലാഹുമ്മ അജ്ർനാ മിനന്നാർ. 3 മുജാഹിദ്, അള്ളാഹിൻ്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്ത അയാൾ ഇവിടെ കൊല്ലപ്പെട്ടിട്ടുണ്ട്. അയാൾ രക്തം മേത്തേറ്റിയിട്ടാണ് പരലോക കോടതിയിലേക്ക് വരുന്നത്. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല അവനോട് ചോദിക്കുന്നത്, ഫീമ ഖുതിൽത, നീ എന്തിനു കൊല്ലപ്പെട്ടു എന്നാണ്. അയാൾ ശരീരത്തിൽ ഇവിടെ മുറിവേറ്റിട്ടുണ്ട്, അയാളുടെ രക്തം ഇവിടെ ചിന്തപ്പെട്ടിട്ടുണ്ട്, അയാൾ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ എന്ന പേരിലാണ് മാലോകരിൽ അറിയപ്പെട്ടിട്ടുള്ളത്. പക്ഷേ നീ എന്തിന് കൊല്ലപ്പെട്ടു എന്ന് അവിടെ വിചാരണ ചെയ്യുമ്പോൾ ഖുതിൽതു ഫീക്, നിൻ്റെ മാർഗത്തിൽ ഞാൻ കൊല്ലപ്പെട്ടു എന്ന് അള്ളാഹിനോട് അവിടെ വെച്ച് പറയുമ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല ഖദബ്ത്, നീ കളവ് പറയുന്നു. അപ്പോൾ മലക്കുകൾ അള്ളാഹിനോട് അവരും ചേർന്ന് ഒപ്പം നിന്ന് പറയും, ഖദബ്ത്, നീ പറഞ്ഞത് കള്ളമാണ്, നീ വലിയ ധീരനാണെന്നും ജിഹാദിയാണെന്നും പറയപ്പെടാനാണ് നീ അവിടെ കൊല്ലപ്പെട്ടത്. അതുകൊണ്ട് അതവിടെ കിട്ടി. ഇവിടെ നിനക്കുള്ളത് ഇതാണെന്ന് പറഞ്ഞിട്ട് പിന്നെ 3 അയാളെ നരകത്തിലേക്ക്, നരകം ആളി കത്താൻ വലിച്ചിടുമെന്നാണ്. അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ. അഊദു ബില്ലാഹ്. ഇവരാണ് അവ്വലു സലാസ അല്ലദീന തുസഅറു ബിഹിമുൻ നാറു യൗമൽ ഖിയാമ, അന്ത്യനാളിൽ നരകത്തി ആളി കത്തിക്കപ്പെടുന്ന 3 കൂട്ടർ എന്ന് ജീവിതത്തിൽ കളവ് പറയാത്ത നബിയുനാ മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വഅലാ ആലിഹി വസല്ലം പറയുകയാണ്. അപ്പോൾ